Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? And letting you let me go will leave me here all alone, missing you. And what if I didn't run our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run our second chance wasn't gone? What if you were the one? What if I wasn't done loving you? 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 Then maybe I should've known that letting you let me go would leave me here all alone, missing you. And what if I didn't run our second chance wasn't gone? And what if you were the one?
മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സും പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എൻ്റെ സഹോദരരെ, തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, പ്രഭാതത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. നല്ല ഈശോയെ വിവാഹമെന്ന കുദാശയിലൂടെ വിശുദ്ധമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന അഗസ്റ്റിനെയും ആഞ്ചലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം ഇവരെ വിശ്വാസത്തിൽ വളർത്തിയ മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, മാതാപിതാക്കളിൽ നിന്നും സ്വീകരിച്ച വിശ്വാസവും ജീവിതവിശുദ്ധിയുമൊക്കെ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജീവിതാന്തം വരെ ഒരുമിച്ച് നിലനിൽക്കുവാനും വേണ്ട കൃപാവരം ഈ മക്കൾക്ക് പ്രത്യേകമായിട്ട് നൽകണമേ. നല്ല ഈശോയെ, ഇവരുടെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും നൽകി മക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടുന്ന കൃപാവരം ഈ മക്കൾക്ക് പ്രത്യേകമായിട്ട് നൽകണമേ. രണ്ടുപേരുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇവർക്ക് താങ്ങും തണലുമായിരിക്കട്ടെ, ഇവർക്ക് ശക്തി പകരട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യ സഹായം ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ തിരുക്കുമാരൻ വഴി സാധിച്ചു കൊടുക്കണമേ. കനായിലെ കല്യാണവേളയിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അമ്മ സഹായിച്ചതുപോലെ അഗസ്റ്റിൻ്റെയും ആഞ്ചലിൻ്റെയും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളും നോക്കിക്കണ്ട് അങ്ങയുടെ തിരുക്കുമാരിൽ നിന്നും അമ്മ ഇവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ, പുത്രന്റെ സ്നേഹം നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ. തന്റെ തിരുവിഷ്ടം പോലെ റൂഹാദ കുരിശ നിങ്ങളെ നയിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതൊന്നും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കുറയുവാൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവ്വത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം
നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all for love's sake became poor. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. I'll never know how much it cost to see my sin upon that cross. I'll never know how much it cost to see my sin upon that cross. I'll never know how much it cost to see my sin upon that cross. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Here I am to worship, here I am to bow down, here I am to say
നാവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ വിധവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപ നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ വേഗം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ പുത്രയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ നിഗമാർ അവളെ അനുഗമിക്കും. ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വെള്ളിയാവും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹിതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും
കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായതയും തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കുറഞ്ഞത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഞാനും കൈകൾ കഴിയുന്ന ഫലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന്റെ പരിശ്രമിക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനു ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനെ നാം സർവേശ, പരിപാവനെ നാം ബലവാനെ, പരിപാവനെ നാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ,
നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിലുള്ള വായന. കർത്താവേ സ്തുതിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാക്കി മുടികളായി പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണമടിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ ബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ആശ്രയമവനിൽ ചേർക്കും വിശ്വാസികളോ ഭാഗ്യം നിയതം ചൂടും. അവരൊരു നാളിൽ മൃതരായാലും ജീവൻ നേടും. ആശ്രിതരേയാനാഥൻ കൈവെടിയില്ല, കാത്തരുളിടും നിത്യം. പാപാങ്കിതരായി അവരിലൊരാളും വൃത്തിയടയില്ല. സമാധാനം നിങ്ങളോടുകൂടെ. നീയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് സിഹായുടെ പരിശുദ്ധ സുവിശേഷം. പരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി നമ്മളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായിത്തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ ഈശോമിശിഹായിൽ പ്രിയ അഭിമാനയുടെ അച്ഛന്മാരെ, പ്രിയ നവ ദമ്പതിമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാറേൽപ്പള്ളി ഇടവക പുതുക്കാട്ടിൽ അഗസ് എന്ന് വിളിക്കുന്ന അഗസ്റ്റിനും ഇരിഞ്ഞാലക്കട യുവത പുല്ലൻ ഭവനത്തിലെ കുടുംബത്തിലെ അഞ്ജലിൻ എന്ന് വിളിക്കുന്ന മേരിയും തമ്മിലുള്ള വിവാഹം ആസ്വദിക്കപ്പെടുകയാണല്ലോ. നിങ്ങൾക്ക് ഇത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷങ്ങളാണ്.
കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായി ഇടപെടുന്ന അവിടുത്തെ സാന്നിധ്യം വളരെ പ്രത്യേകമായ രീതിയിൽ നിങ്ങൾക്കായി നൽകപ്പെടുന്ന ഒരു ശുദ്ധ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ വിവാഹം എന്ന കൂദാശ, വിശുദ്ധമായ കൂദാശ നിങ്ങൾ സ്വീകരിക്കുകയാണ്. അതൊരു വലിയ ദൈവവിളിയാണ് എന്ന് ഉള്ള തിരിച്ചറിവോടുകൂടിയാണ് തീർച്ചയായും നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വിവാഹം ഒരു ദൈവവിളിയാണ്. ആദിയിൽ തന്നെ ഏറ്റവും ആദ്യം ദൈവം മനുഷ്യനെ വിളിച്ചപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് തന്നെയാണ് വിളിച്ചത്. സ്ത്രീയും പുരുഷനുമായി ദൈവമനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതൊരു ദൈവവിളിയായിരുന്നല്ലോ. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചയുടെ സുവിശേഷം അതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ആദിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അങ്ങനെ അതോടുകൂടി വാസ്തവത്തിൽ വിവാഹം ആരംഭിക്കുന്നു, കുടുംബവും ആരംഭിക്കുന്നു. അങ്ങനെ ദൈവം നേരിട്ട് ഇടപെട്ട് രൂപം കൊടുത്തതാണ് ഈ വിവാഹവും കുടുംബവും എല്ലാം. അതിനെ ഒരു കൂദാശയായിട്ട് ദൈവം ഉയർത്തി. പുതിയ നിയമത്തിൽ മിശിഹായുടെ ആ ഒരു മിശിഹായിലൂടെ അവിടുത്തെ പ്രത്യേകമായ കൃപയിലൂടെ വിവാഹം ഒരു കൂദാശയായി ഉയർത്തപ്പെട്ടു എന്നാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആന്തരികമായ പ്രവർത്തനം നടക്കുന്ന ഒരു ദൈവിക രഹസ്യമായിട്ട് വിവാഹത്തെ സഭ കാണുന്നു. ഒരു ദൈവിക രഹസ്യമായിട്ട് തന്നെ ദൈവം ആന്തരികമായി പ്രവർത്തിക്കുന്ന, ദൈവം ആന്തരികമായി സന്നിഹിതനാകുന്ന ആ യാഥാർത്ഥ്യത്തെയാണ് കുടുംബം കൂദാശ എന്ന് വിളിക്കുക. അപ്പോൾ വിവാഹമെന്ന കൂദാശയിലും ദൈവം അദൃശ്യനായി സന്നിഹിതനാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ആ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് നിങ്ങൾ പരിവർത്തകന്മാരായിട്ട്, വധുവരന്മാരായിട്ട് ഇവിടെ ഇപ്പോൾ ആയിരിക്കുവാൻ ഇടയായിട്ടുള്ളത്. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിക്കുന്ന ഒരു ബന്ധമാണിത്. നമ്മൾ ബാഹ്യമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ ഒന്നും കാണുന്നില്ലായിരിക്കാം. പല മനുഷ്യരിലൂടെയാണ്, മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അവരിലൂടെയൊക്കെയാണ് ഇത് നടക്കുന്നതായിട്ട് കാണുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം മനുഷ്യരാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു സത്യമാണ്. ഒരാൾ സ്ത്രീയും പുരുഷനുമായിട്ട് ജനിക്കുവാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. മനുഷ്യൻ ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബന്ധം ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അതിനേക്കാൾ വിശുദ്ധമായ, അതിനേക്കാൾ നല്ല ഒരു ബന്ധം ഇല്ല നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് അതിനെ ഏറ്റവും വിലപ്പെട്ട ഒരു ബന്ധമായിട്ട് നിങ്ങൾ കാണണം. ഈ നിമിഷം മുതൽ മരണം വരെയും ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്കെന്നും ജീവിതത്തിലുണ്ടാകണം. അതിൻ്റെ കാരണം ദൈവം യോജിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ആ നന്മകൾ പ്രധാനമായിട്ടും ആന്തരിക നന്മകളെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്നത്തെ തിരുക്കർമ്മത്തിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സഭ പ്രാർത്ഥിക്കുന്നത്, ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നത്, സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കണമേ എന്നാണ്. സ്വർഗീയ വരം, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണമെന്നോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ കാര്യങ്ങൾ, അതൊക്കെ തീർച്ചയായിട്ടും ഈ ലോകജീവിതത്തിൽ ആവശ്യാനുസരണം അതൊക്കെ വേണം നമുക്ക്. പക്ഷേ സഭ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് സ്വർഗീയ വരങ്ങളാൽ നിങ്ങൾ സമ്പന്നരാകണം. ആ സമ്പത്ത് ഇല്ലാതെ പോയാൽ വേറെ ഏതെല്ലാം സമ്പത്ത് ആർജിച്ചാലും അതിനൊക്കെ താൽക്കാലികമായ ഒരു ആയുസ്സേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതും പ്രത്യേകിച്ച്
നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ എടുത്തു പറയുന്നുണ്ട്. അവിടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ആ സ്നേഹബന്ധം ഒരു മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനസ്സോടെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. അത് സമ്പത്തായാലും ദാരിദ്ര്യമായാലും, രോഗാവസ്ഥയിലായാലും ആരോഗ്യത്തിലായാലും, സുഖത്തിലോ സന്തോഷത്തിലോ, സുഖത്തിലോ ദുഃഖത്തിലോ, ഏതവസ്ഥയിലായാലും ഞങ്ങൾ ഒരു മനസ്സോടെ ജീവിച്ചു കൊള്ളാം എന്നുള്ള പ്രതിജ്ഞയാണ് ഞങ്ങൾ എടുക്കുക. അപ്പോൾ അത് ബോധപൂർവം എടുക്കുന്നതാണ്, അറിവോടുകൂടി എടുക്കുന്നതാണ്, പൂർണ്ണ മനസ്സോടുകൂടെ എടുക്കുന്നതാണ്. അതുകൊണ്ട് അതായിരിക്കും നിങ്ങളുടെ ശക്തി. പ്രതികൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാം. സമ്പത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാം. ആരോഗ്യം വർദ്ധിക്കുകയോ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യാം. രോഗം ഉണ്ടാകാം, പോകാം, ഇല്ലാതാകാം. സുഖദുഃഖവും നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മാറി മാറി നമ്മളെ നേരിടേണ്ടി വരും. പക്ഷെ അവയെല്ലാം നേരിടാനുള്ള ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സ്നേഹത്തിലുള്ള ബന്ധം, ആ കൂട്ടായ്മ, ഒരു മനസ്സോടെ. ആ സ്നേഹം വെറും ഭൗതികമായ സ്നേഹമായ പോരാ, വെറും മാനുഷികമായ സ്നേഹം കൊണ്ട്. മാനുഷികമായ സ്നേഹം തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ മാനുഷിക സ്നേഹത്തെ ദൈവസ്നേഹത്തിൽ ലയിപ്പിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ അത് അനശ്വരമാണ്. ദൈവസ്നേഹം അനശ്വരമാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിൽ നിറഞ്ഞ് പരസ്പരം നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. വെറും മാനുഷിക സ്നേഹം മാത്രമാണെങ്കിൽ, വെറും ഭൗതികമായ താല്പര്യങ്ങളിൽ ആശ്രയിച്ചുള്ള സ്നേഹമാണെങ്കിൽ അതൊക്കെ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം. പക്ഷേ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹബന്ധമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഏത് സാഹചര്യത്തിലും അത് ശക്തിപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിലാണ് ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് വിവാഹത്തിൻ്റെ അനശ്വരത, അവിഭാജ്യത എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് ഒത്തിരി കോടതിയിൽ വിവാഹ കേസുകൾ വരാറുണ്ട്. വിവാഹബന്ധങ്ങൾ വേർപെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകൾ ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടാണ് കാണുക. പഴയ കാലത്ത് ഒരു 50 or 60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലായിരുന്നു. അത്യപൂർവമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളിൽ പറയുന്നുണ്ട്, ഈ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ വിവാഹമോചനം അത് കേട്ടുകളിപ്പ് പോലുമില്ലാതെ പറയും. അങ്ങ് അതുപോലെ അഭിഭാജ്യമായൊരു ബന്ധത്തിൽ കഴിഞ്ഞ കുടുംബമാണ് നമ്മുടേത്. ആ ഒരു പാരമ്പര്യം, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം, കുടുംബത്തിൻ്റെ പവിത്രത, അവിഭാജ്യത, ദാമ്പത്യ ബന്ധത്തിൻ്റെ പരിശുദ്ധി, ഇതൊക്കെ ശരിക്കും ബോധ്യപ്പെട്ട് അങ്ങനെ ജീവിച്ച കുടുംബങ്ങളാണ് നമ്മുടേത്. അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു കുടുംബ ബന്ധത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആ കുടുംബത്തിൻ്റെയും നമ്മുടെ സഭയുടെയും ഒക്കെ ആ പരിശുദ്ധിയും അതിൻ്റെ നല്ല മൂല്യങ്ങളും എല്ലാം മനസ്സിലാക്കി അത് ജീവിച്ച് ഉത്തമമായ കുടുംബം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വേദികളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അഗസ്റ്റിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുരിയാച്ചനുമായിട്ടുള്ള നല്ല ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിട്ട് അതിരൂപതയിൽ സേവനം ചെയ്തു. മാത്രമല്ല അതിരൂപയിലെ വിധങ്ങളായ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ സജീവമായി പങ്കുചേർന്ന ആളാണ് കുരിയാച്ചൻ. അദ്ദേഹത്തിൻ്റെ ആ സഭാസേവനവും ആ വിശ്വാസത്തിൻ്റെ ആഴവും അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലൂടെ തുടരും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ മേരിയുടെയും ആ ഒരു പശ്ചാത്തലത്തിൽ ആണെന്ന് കഴിയുന്നത് ഞാൻ വിചാരിക്കും. നമ്മുടെ മേരിയുടെ അച്ഛൻ അങ്കിളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല ഇത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലും രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഓരോ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുമിത്രാദികളും സമൂഹവും ഒക്കെയുണ്ട്.
അപ്പോൾ ഓരോ വിവാഹത്തിലും രണ്ട് സമൂഹം, രണ്ട് കുടുംബം ഒക്കെ പരസ്പരം ബന്ധപ്പെടുകയാണ്. വലിയൊരു കൂട്ടായ്മ, പുതിയ വലിയൊരു കൂട്ടായ്മ രൂപം കൊള്ളുകയാണ്. പരസ്പര ബന്ധങ്ങളുടെ നല്ലൊരു കൂട്ടായ്മ അത് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ല കേവലം രണ്ട് വ്യക്തികൾ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമുള്ള ഒരു ബന്ധമായിട്ട് അവരുടെ കാര്യം എന്ന രീതിയിൽ പോകുന്ന ഒരു ജീവിതമല്ല നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. മറിച്ച് ആ രണ്ട് വ്യക്തികളുടെ ബന്ധങ്ങളിലൂടെ, നല്ല ബന്ധത്തിലൂടെ രണ്ട് കുടുംബങ്ങളും ഒരു സമൂഹം അവിടെ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു സംസ്കാരം അവിടെ രൂപം കൊള്ളുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ കുടുംബജീവിതം അന്വർത്ഥമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുവാൻ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ട്. ഞാൻ ലോകാവസാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം ഉണ്ട്. ഈ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ അത് ഈ കൂദാശയുടെ ഈ കർമ്മത്തിൻ്റെ സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ കൂദാശയുടെ സൽഫലങ്ങൾ, അതിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതകാലം ഉടനീളം മണ്ണം വരെയും അത് നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷേ അതിനോട് നിങ്ങൾ സഹകരിക്കണം. ആ സഹകരിക്കുമ്പോൾ അതിൻ്റേതായ ദൈവിക നിയമങ്ങളൊക്കെ പാലിച്ച് വിവാഹജീവിതം നയിക്കുമ്പോൾ നിരന്തരം നിങ്ങളിലേക്ക് ഈ നല്ലൊരു കുടുംബജീവിതം നയിക്കുക, വിശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ട കൃപ ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് അപ്പം ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ, ഒരു അനുഭവമാണ്, ജീവിത അന്തസ്സാണ്. അതാണ് വിവാഹത്തിൻ്റെ അർത്ഥം. ഈ കുദാശയുടെ ഫലങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അതിൻ്റെ സമൃദ്ധിയിൽ അത് നിങ്ങളുടെ മേൽ ഉണ്ടാകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടൊപ്പം തന്നെ ദൈവം നൽകുന്ന സന്താനങ്ങളെ നന്നായിട്ട് വളർത്തുക. നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെയും നിങ്ങൾ നന്നായിട്ട് വളർത്തുവാൻ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട്, ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്നവരായിട്ട്, സഭയെ അനുസരിക്കുന്നവരായിട്ട് ഒക്കെ മക്കളെയും വളർത്തുവാൻ സാധിക്കണം. സഭ നിങ്ങളോടൊപ്പം ഉണ്ടാകും, സഭയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ സഭയെ അമ്മയായി സ്വീകരിച്ച് ദൈവത്തെ പിതാവായി കണ്ട് ജീവിക്കുമ്പോൾ കുടുംബജീവിതം ഏറ്റവും സുന്ദരമായിരിക്കും. ഒരു കൊച്ചു ദൈവരാജ്യമായിരിക്കും അത്, സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു സാമ്രാജ്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം നൽകിയ ഒരു കൽപ്പന, ദൗത്യം ഇതായിരുന്നു: നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ എന്നാണ് ആദ്യം മാതാപിതാക്കളോട് പറയുന്നത്. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ, നിങ്ങൾ അധ്വാനിക്കുവിൻ, ലോകത്തെ കീഴടക്കുവിൻ എന്ന ദൈവം ആദ്യ കൽപ്പനകളാണ്. ആ കൽപ്പന ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് സന്താന സമൃദ്ധി എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഞാൻ ഈ അവസരത്തെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ഒരു മനോഭാവം പലപ്പോഴും കുഞ്ഞുങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ഏറ്റവും മിനിമം മതി, കുഞ്ഞുങ്ങൾ ശല്യമാണ്, സ്വാതന്ത്ര്യത്തിന് ഒരു വിഘാതമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന സ്വാർത്ഥത ഇന്ന് പലരുടെയും മനസ്സിൽ കുടികൊള്ളുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സന്താനങ്ങളെ വലിയൊരു അനുഗ്രഹമായിട്ട്, വലിയൊരു ദാനമായിട്ട് കണ്ട് അവരെ സ്വീകരിക്കാനും വളർത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാ കഴിവുകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചും മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭിധതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ മിശിഹായുടെ സുബോധിന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായുടെയും
അവരുടെ സഹസ്രൂഷികളെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപുറം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാനും ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെയിതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. തൻ തിരുരക്തശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. അഗസ്റ്റിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഗസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴിയെ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ആസ്വദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും.
കൃപാവരത്തിൻ്റെ അനുസൃതവസത്ത മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രം കൂടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും. യോസേഫ് പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും. കുടുംബമാ യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. എല്ലാ
അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായ ദൈവത്തിന്മാരെ ഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ സന്നിധിയുടെയും തിരുക്കുടുംബത്തിലെ നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും
നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും നിറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. At the sunrise, I opened up my eyes, and at the first light, there you are, staring back at me with a heart so free, and I just wanna be where you are. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day.
great joy and excitement that I introduce to you for the very first time Agustin and Angela Joy as husband and wife. Please join me in welcoming the beautiful bride and groom. Let's make this moment special with a big round of applause and cheers. Agustin and Angela, we wish you a lifetime happiness and joy together. And teaching and Agustin personally, for those who want that side, we can go. Our beautiful bride, Angela Joy, daughter of Mother Joy and Granny Joy. She is a PhD scholar at IIT Parliament. She is the shining star who captured the heart of our people. And we are so welcome. We are so happy to welcome you to our family. And the groom, Agustin, son of P. Villajan and Desmond Thomas. He is a PhD scholar in Andhra University, Coimbatore. He is a kind-hearted and charming person. കുടുംബമല്ലാതെ ഈ വേദി അപൂർവമാണ്. നിയമിത വധുവരന്മാരുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയത് അഗസ്റ്റിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. Mr. P. Villajan is a retired principal from St. Nicholas High Secondary School, Chennai. Ms. Desmond Thomas is a retired teacher from St. Anne's Girls High Secondary School, Chennai. And Leah Siskulian and Georgie Joseph, Bangalore First School. Leah Siskulian is a PhD aspirant in NIT Coimbatore, and Georgie Joseph is a procurement engineer, and their daughter Ansusa E. Joseph. Welcome you to the stage. Answer കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തണേ. അതോടൊപ്പം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Mr. Matthew Joy is a retired employee of Alcida Group, South India, and Ms. Annie Joy, retired headnurse, government service, and ചേച്ചിയുടെ സഹോദരിമാർ അനുഭവങ്ങൾ അറിയപ്പെടുന്ന ഇരട്ട സഹോദരിമാർ അഞ്ജന ജിജോ ആൻഡ് ജിജോ തോമസ് പണിശ്ശേരി ഹൗസ്, ഇലഞ്ഞിപ്പാറ, and their secretary factor, both the public as nurses in Federal Armed Forces. And their sons, Anushka ജിജോ and Alexis ജിജോ. Anushka is in 6th standard and Alexis is in standard 3. Vidya Taylor and Taylor Davis are at the house Kuchikara. They are settled in Kuwait. Taylor is sports manager at National Spare Parts Company Kuwait, and Vidya is nurse in Ministry of Health Kuwait. And their son, Jonathan Day, class 5, and daughter Isabel Maya, she is studying at LKG. ഇതിലേക്ക് കടന്നിലേക്ക് നമുക്ക് കയറാം. ഇപ്പോൾ അഗസ്റ്റിന്റെ മാനേജിംഗ് ചേച്ചി ഇത് കഴിച്ചുകൊണ്ട് ഈ വേദി പ്രകാശപൂർണ്ണമാകുക.
all the things I've done for love. All the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you.
is a style, it stands for a while. Heaven can wait, we're only watching the skies. Hoping for the best, but expecting the worst. Are you gonna drop the bomb or not? Let us die young or let us live forever. We don't have the power, but we'll never say never. Sitting in the sandpit, life is a short trip. The music's for the sad man. Can you imagine when this race is won? Turn our golden faces into the sun. Praising our leaders, we get it in June. The music's played by the madman. Forever young, I wanna be forever young. Do you really wanna live forever, forever and ever? Forever young, I wanna be forever young. Do you really wanna live forever, forever and ever young? Some are like water, some are like the heat. Some are a melody and some are the beat. Sooner or later they all will be gone. Why don't they stay young? Is it hard to get old without a cause? I don't want to perish like a fading horse. Youth like diamonds in the sun, and diamonds are forever. So many adventures given up today. So many songs we forgot to play. So many dreams swinging out of the blue. Oh, let them come true. Forever young, I wanna be forever young. Do you really wanna live forever, forever and ever? Forever young, I wanna be forever young. Do you really wanna live forever, forever and ever young? Some are like water, some are like the heat. Some are a melody and some are the beat. They all will be gone forever and ever. Forever young, I wanna be forever young. Do you really wanna I remember our last summer when your heart met mine. We would dive into the ocean, always side by side. I hear your world's been getting colder, colder, but through it all I'll be your shoulder, shoulder. And even though we're getting older, older, remember what we said, that if the world was ending, you know I'll carry you home. I'll be the last man standing to keep you safe from the storm. I'll be the light in your darkest night, until you know it will be alright. 'Cause if the world was ending, you know I'll carry you home. I go wherever you go. I remember I was broken, how you held me up. With your love you made me stronger. You believed in us. I hear your world's been getting colder, colder, but through it all I'll be your shoulder, shoulder. And even though we're getting older,
wherever you go.
They say love like this comes once in a lifetime. For the first time I believe it to be true. All of my friends say, when you know, you know. Every piece falls into place when I'm with you. And you have found a love that sets me free. You are the best thing that ever happened to me. When you hold me, I know that I have everything. It's blue skies and big dreams, a billion places to explore. And I will be with you forever. Forever I am yours. Forever I am yours. They say the time is now to go where we want to. Follow the road until it leads us somewhere new. Nothing can stop us now. We're together. Oh, the whole world opens up when I'm with you. And you have found a love that sets me free. You are the best thing that ever happened to me. When you hold me, I know that I have everything. It's blue skies, big dreams, a billion places to explore. And I will be with you forever. Forever I am yours. Forever I am yours. You have found the love that sets me free. You are the best thing that ever happened to me. When you hold me, I know that I have everything. It's blue skies and big dreams, a billion places to explore. And I will be with you forever. Forever I am yours. Forever I am yours. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ആരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, ഈ മക്കളെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമാകുന്ന രീതിയിൽ നല്ല കുടുംബജീവിതം നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ മകൾക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കാൻ ഇടയാകട്ടെ. അവൾക്കും അവൾ ഞങ്ങൾക്കും അഭിമാനമായി തീരട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. I'll be forever by your side. I'll be the safest place for you to hide. Your love, it makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. Night.